ഹായ് മാം. പലപ്പോഴും പല ആളുകൾ കേട്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര തലവേദന ആകുന്നുണ്ട്, തല പൊട്ടിപ്പോകുന്ന പോലെയുള്ള തലവേദന ഉണ്ടാവാറുണ്ട്. അത് ചില സമയത്ത് പെയിൻ്റെ മെഡിസിൻ അല്ലെങ്കിൽ പെയിൻ്റെ ഒരു ഗുളിക എടുത്താൽ പോലും മാറാത്ത അത്രയും തലവേദന. എന്നിട്ട് തലവേദന മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഉറങ്ങണം. അത് ഒരു 5-8 മണിക്കൂറൊക്കെ ഉറങ്ങിയാലേ തലവേദന മാറുള്ളൂ. അല്ലെങ്കിൽ ചില ആളുകൾ പറയാറുണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പം തലവേദന തുടങ്ങുന്നുള്ളത്. അത് എന്താണ് തലവേദന പറയുന്നത്? ഇതൊക്കെ എന്തെങ്കിലും നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് കാണണം, അല്ലെങ്കിൽ തലേൻ്റെ ഉള്ളിൽ വല്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട്, ട്യൂമർ പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിളായിട്ട് ഈ മൈഗ്രെയിൻ പോലെ എന്തെങ്കിലും അസുഖങ്ങളാണോ? എങ്ങനെയാണ് ഈ മൈഗ്രെയിനൊക്കെ ആണെങ്കിൽ നമുക്കിത് ട്രീറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ജീവിതത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുക? ആക്ച്വലി തലവേദന എന്ന് പറയുമ്പം പല ടൈപ്സ് ആയിട്ടുണ്ട്. അത് പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ടൈപ്പ് ആയിട്ടുണ്ട്. പ്രൈമറീൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ക്ലസ്റ്റർ ഹെഡേക്ക്, ടെൻഷൻ ഹെഡേക്ക്, മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയുന്നത്. സെക്കൻഡറീൻ്റെ കോസസ് അല്ലെങ്കിൽ സെക്കൻഡറിയിൽ വരുന്നതാണ് നമുക്ക് എന്തെങ്കിലും അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന തലവേദനകൾ. അതായത് നമ്മൾ ഫേസ് നോക്കുകയാണെങ്കിൽ ഐസ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കൂടുതലായിട്ട് ഐ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള ആളുകൾ, പ്രൊലോങ്ഡ് ആയിട്ട് സ്പെക്സ് വെക്കുന്ന ആളുകളിൽ, അതേപോലെ തന്നെ വൈറൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള കൺജക്റ്റീവൈറ്റിസ് പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ കണ്ണിൽ മറ്റെന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത്, അതിൽ കണ്ണിൽ കുരു വരുന്നത്, അതായത് സ്റ്റൈ, അതേപോലെ തന്നെ ചലാസിയോൺ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾ, അത് കണ്ണ് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് അസോസിയേറ്റ് ആയിട്ടും നമുക്ക് തലവേദന വരാം. അതേപോലെ തന്നെയാണ് നമുക്ക് നോസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് എന്തെങ്കിലും, അതായത് എസ്പെഷ്യലി റെസ്പിറേറ്ററി ട്രാക്റ്റിൽ, എസ്പെഷ്യലി അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് വരുമ്പോൾ, അതായത് നമുക്ക് സൈനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് വരുമ്പം, അതേപോലെ തന്നെ നാസൽ പോളിപ്പ്, നാസൽ ഒബ്സ്ട്രക്ഷൻസ് ഒക്കെ വരുന്ന ആളുകളിലും ഇതിനോടനുബന്ധിച്ച് അവർക്ക് തലവേദന വരാം. പല ആളുകളും പറയാറുണ്ട് രാത്രി കാലങ്ങളിൽ കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ല, മൂക്കടഞ്ഞോട് തന്നെ, അതോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള തലവേദന വരുന്നു, അത് ഫ്രണ്ടൽ റീജിയനിൽ, അതായത് ഒരു ഹെവിനെസ് ഫീലിംഗ് ഉണ്ടാവുന്നു, കണ്ണൊന്നും അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ട് ഒരു സെക്കൻഡറി കോസായിട്ട് നമുക്ക് തലവേദന അണ്ടറിൽ പറയുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് മൗത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് മൗത്തിൻ്റെ അകത്തുള്ള നമ്മുടെ ടങ്ങിനോ അല്ലെങ്കിൽ ടൂത്തിനോ ഒക്കെ എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി ഉണ്ടെങ്കിൽ, അതായത് ഡെൻ്റൽ കാരീസ് ഒക്കെ വരുന്ന ആളുകളിൽ, അതേപോലെ തന്നെ പഴുപ്പ് പ്രശ്നങ്ങളുള്ള ആളുകളിലൊക്കെ, അതേപോലെ തന്നെ പരോട്ടിഡ് ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, അതായത് മംസ്, മുണ്ടിവീക്കം എന്നൊക്കെ പറയുന്ന അത്തരം കംപ്ലയിൻസ് ഉള്ള ആളുകളിലും ഈ ഒരു വേദന റേഡിയേറ്റ് ചെയ്തിട്ട് തലയിലേക്കൊക്കെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് മൈഗ്രെയിൻ ഒരു പ്രൈമറി അണ്ടറിൽ, അതായത് ഹെഡേക്കിൻ്റെ പ്രൈമറി കോസിൽ വരുന്നതാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഈ മൈഗ്രെയിനും നോർമൽ തലവേദനയൊക്കെ ആയിട്ട് പല ആളുകൾക്കും സംശയമുണ്ട്. അതായത് ഒരു സൈഡിൽ മാത്രം വരുമ്പോൾ അത് മൈഗ്രെയിൻ മാത്രമാണോ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു വേദന വരുമ്പോൾ നമുക്ക് ട്യൂമറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ, അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് ഛർദി, ഓക്കാനൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദഹനമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. അപ്പം നമുക്ക് മൈഗ്രെയിൻ എന്തൊക്കെയാണ്, മൈഗ്രെയിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, എങ്ങനെയാണ് നമുക്കത് മാനേജ് ചെയ്യാം എന്നതൊക്കെ ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത്, ഇത് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മെയിനായിട്ട് അതിൻ്റെ ഒരു ലക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് അഫിനിറ്റി എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അത് റൈറ്റ് സൈഡായിട്ട് വരാം, അല്ലെങ്കിൽ അത് ലെഫ്റ്റ് സൈഡായിട്ട് വരാം. അങ്ങനെ ഓൾട്ടർനേറ്റ് സൈഡ്സിൽ വരുന്നതാണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് തന്നെ അവർക്ക് ശക്തമായിട്ടുള്ളൊരു ഹെവിനെസ് ഫീൽ ചെയ്യാം. അതായത് ഫ്രണ്ടൽ റീജിയനിലൊക്കെ കണ്ണിനൊക്കെ ഒരു ഭാരം അനുഭവപ്പെടാം. ഒന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സൂര്യന് കീഴെ നിൽക്കുമ്പം തന്നെ അവർക്ക് ആ വേദന അഗ്രവേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വർദ്ധിച്ചു വരുന്നത് കാണാം. ചെറിയ സൗണ്ട് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ചെറിയ കിളികൾ പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ജസ്റ്റ് കുട്ടികളെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ, അങ്ങനെ ചെറിയ സൗണ്ടിനോട് അല്ലെങ്കിൽ ചെറിയ നോയ്സിനോടൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ അതുമൂലവും ഇവർക്ക് തലവേദന വർദ്ധിച്ചു വരുന്നത് കാണാം. ഇതിനോടനുബന്ധിച്ച് തന്നെ ഈ തലവേദനയോട് തന്നെ ഒപ്പം തന്നെ അവർക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പല ആളുകളും കേസ് എടുക്കുന്ന ടൈമിലൊക്കെ, ഞാൻ മൈഗ്രെയിനൊക്കെ കേസ് എടുക്കുന്ന ടൈമുകളിൽ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് ദഹന സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിക്കും. അപ്പോൾ അവർ പറയും ഛർദ്ദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വേദന റെഡ്യൂസ് ആയി പോവും. ഇതിനോടൊപ്പം തന്നെ അവർക്ക് നെഞ്ചരിച്ചിലിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും, ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, വയറ് വീർക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, ഒന്ന് ഫുഡ് കഴിക്കാതിരിക്കുമ്പം തന്നെ വേദന വർദ്ധിച്ചു വരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഈ മൈഗ്രെയിൻ വരാനുള്ള ഒരുപാട് കാരണങ്ങളിൽ ഒന്നാണ് നമ്മൾ സ്കിപ്പ്, അതായത് നമ്മൾ പ്രോപ്പറായിട്ട് മീൽസ് കഴിച്ചിട്ടില്ലെങ്കിൽ, പ്രോപ്പറായിട്ടൊരു ഫുഡ് ടൈമിംഗ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് തലവേദന വരാം. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രൈമറി അണ്ടറിൽ വരുന്നതാണ് ഈ മൈഗ്രെയിൻ ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്ക്, ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്നത്.
മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിന് അഫിനിറ്റി ചേർന്നിട്ടുള്ളതായിരിക്കാം മൈഗ്രെയിൻ ഹെഡേക്ക് എന്ന് പറയുന്നത്. ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഐസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, എസ്പെഷ്യലി ഈ ഒരു ഓർബിറ്റൽ റീജിയണിൽ വരുന്ന വേദനയാണ് ക്ലസ്റ്റർ ഹെഡേക്കിൽ വരുന്നത്. ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ടെമ്പോറൽ റീജിയനിൽ ഉണ്ടാകുന്ന വേദനയാണ് ടെൻഷൻ ഹെഡേക്കിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു മൈഗ്രെയിനിന് ഒരുപാട് കാരണങ്ങളായിട്ട് നമുക്ക് പറയാം. അതായത് ചിലപ്പോൾ അവർക്ക് ഫുഡ് സ്കിപ്പ് ചെയ്യുന്ന പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സൗണ്ടിൻ്റെ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ ഇൻടേക്ക് മെയിൻറ്റെയിൻ ചെയ്ത്, അങ്ങനെ ഒരുപാട് കാരണങ്ങളായിട്ട് തലവേദന വരാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുമ്പം തലവേദനയോടനുബന്ധിച്ച്, അതായത് തലവേദനയോടൊപ്പം തന്നെ അവർക്ക് റെക്കറൻ്റായിട്ട് ഫീവർ വരുന്നു, അതോടൊപ്പം തന്നെ കഴുത്തിന് ഭയങ്കര ഒരു സ്റ്റിഫ്നെസ് അല്ലെങ്കിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒരു അസുഖത്തിനെ സൂചിപ്പിക്കുന്നു. അതായത് മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് പെട്ടെന്നുണ്ടാവുന്ന തലവേദന, അതായത് ഒരു 60+ ആയിട്ടുള്ള ആളുകളിലൊക്കെ പെട്ടെന്നുണ്ടാവുന്ന തലവേദനകളാണെങ്കിൽ നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. അതൊരു ഡേഞ്ചർ സൈൻ അല്ലെങ്കിൽ ഡേഞ്ചർ സിറ്റുവേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം പെട്ടെന്നുണ്ടാവുന്ന ഒരു ഇൻറ്റേർണൽ ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ ഒരു ഹെമറേജ് കാരണമായിരിക്കും ആ ഒരു വേദന വരുന്നത്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ പെട്ടെന്നുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു 60+ ആയിട്ടുള്ള ആളുകളിൽ കാണുന്ന ഈ തലവേദന സ്ട്രോക്ക് അല്ലെങ്കിൽ ആർട്ടറൈറ്റിസ് പോലത്തെ കണ്ടീഷനെയും ഇത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെയാണ് നമുക്ക് തലവേദനയോടൊപ്പം തന്നെ നമുക്ക് എന്തെങ്കിലും ന്യൂറൽ കോർഡിനേഷൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതായത് നടക്കാൻ പറ്റുന്നില്ല, പെട്ടെന്നൊരു ഗിഡിനെസ് ഫീൽ ചെയ്യുന്നു, സൗണ്ടിനൊക്കെ എന്തെങ്കിലും, അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര ഒരു അടർച്ച ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ന്യൂറൽ കോർഡിനേഷൻ തന്നെ ഇംപ്രോപ്പറായി പോകുന്നു. അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഒരു 90% ആളുകളിലും മൈഗ്രെയിനോടൊപ്പം തന്നെ അവർക്ക് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. അതായത് അസിഡിറ്റി പ്രശ്നങ്ങൾ, ബ്ലോട്ടിംഗ് പ്രശ്നങ്ങൾ, അതായത് വയറ് വീർക്കുന്ന പ്രശ്നങ്ങൾ, നെഞ്ചരിച്ചിൽ, പുളിച്ച കെട്ടൽ, അതേപോലെ കീഴ്വായിൻ്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു 90% ആളുകളിലും ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, അവരെ ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. അതായത് പ്രോബയോട്ടിക്സ് മെയിനായിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അധികം പുളിപ്പില്ലാത്ത തൈരുകൾ എടുക്കാൻ ശ്രമിക്കുക. തൈര്, മോര്, അതേപോലെ തന്നെ ഉപ്പിലിട്ട ഭക്ഷണങ്ങളൊക്കെ അവരെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം ദഹനങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പം തലവേദന വന്നിട്ടുള്ള ആളുകൾ അതിനെ ട്രിഗർ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പം ഓവറായിട്ട് സൺലൈറ്റ് എക്സ്പോഷർ ഉണ്ടെങ്കിൽ അത് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ കൂടുതൽ ഐ സ്ട്രെയിൻ ചെയ്തിട്ടുള്ള വർക്കൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അതായത് ഇന്നത്തെ ചൂട് സീസൺ ആകുമ്പോൾ തന്നെ കുറേ ആളുകൾ പറയാറുണ്ട് അതിശക്തമായിട്ടുള്ള തലവേദന. ആ തലവേദനയും ഈ മൈഗ്രെയിൻ തലവേദനയും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതൊരു പെട്ടെന്ന് അല്ലെങ്കിൽ സഡൻ ആയിട്ടുള്ള ഒരു അറ്റാക്ക് മാത്രമാണ്. അതിൻ്റെ ഒരു കാരണങ്ങൾ എന്ന് പറയുമ്പം എന്തെങ്കിലും നമ്മൾ ഫിസിക്കൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഐ സ്ട്രെയിൻ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഗാഡ്ജറ്റ്സ് ഒക്കെ ക്രോണിക് ആയിട്ട് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഇത്തരം കാരണങ്ങളാണ് ഈ പെട്ടെന്ന് ചൂട് കാലത്ത് ഉണ്ടാകുന്ന തലവേദനേൻ്റെ ഒരു റീസൺസ് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഈ മൈഗ്രെയിനെ ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം കൂടുതലായിട്ടും മസാലാസ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, അതായത് സ്പൈസി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡിലൊക്കെ ആഡ് ചെയ്യുന്ന അജിനോമോട്ടോ കണ്ടൻസ്, അതായത് ചൈനീസ് ഫുഡിലൊക്കെ ആഡ് ചെയ്യുന്ന അജിനോമോട്ടോ കണ്ടൻറ്റ്, അതേപോലെ തന്നെ കൂടുതലായിട്ട് കോഫി അല്ലെങ്കിൽ കഫീനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്, ചോക്ലേറ്റ്സ്, സാൾട്ടിൻ്റെ ഇൻടേക്ക് കൂടുന്നത്, കൂടുതലായിട്ട് മധുര പലഹാരങ്ങൾ കഴിക്കുന്ന ആളുകളിലൊക്കെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ തലവേദന വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ അവരെപ്പോഴും ആ ഒരു ട്രിഗറിങ് ഫാക്ടറിനെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. പകരം അവരെ ദഹന വ്യവസ്ഥ ഇമ്പ്രൂവ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ ഒരു ഉറക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ഒരു 6 to 7 hours അല്ലെങ്കിൽ 7 to 8 hours എപ്പോഴും ഒരു സ്ലീപ്പ് പാറ്റേൺ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഐസൊക്കെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മൾ നല്ല രീതിയിലൊന്ന് ഐസ് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. ആ ഒരു ഡ്രൈനെസ് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും അഡിക്ഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ, അതായത് ആൽക്കഹോൾ, സ്മോക്കിംഗ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിക്കോട്ടിൻ കണ്ടൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്കും തലവേദന വരാനുള്ള ചാൻസസ് ഒരു 90% കൂടുതലാണ്. അപ്പോൾ അത്തരം അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ ശ്രമിക്കുക. അത്തരം അഡിക്ഷൻസ് ഉള്ള ആളുകൾക്ക് മറ്റ് പല അസുഖങ്ങളിലും വരാം. ഫാറ്റി ലിവർ ഇഷ്യൂസ്, സിറോസിൻ്റെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആൽക്കഹോളിക് അഡിക്ഷൻസ് ആണ്. അപ്പോൾ അത്തരം അഡിക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ
നമ്മളൊരു പ്രോപ്പർ ടൈമിങ്ങിൽ നമ്മൾ മീൽസും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഭക്ഷണത്തിൽ എന്താ പറയുക, പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ആ ഒരു തലവേദന ഫാക്ടർ അല്ലെങ്കിൽ തലവേദന ട്രിഗർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നമ്മൾ വിശന്ന വയറ്റിലിരിക്കുമ്പം നമ്മൾ ആ ഒരു ബ്ലോട്ടിങ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാൻ വളരെ ചാൻസസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും ഒരു സ്കിപ്പ് മീൽ ഒഴിവാക്കിയിട്ട് പ്രോപ്പർ ടൈമിൽ നമ്മൾ മീൽസ് കഴിക്കാൻ ശ്രമിക്കുക. ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതായത് ഫ്രൂട്ട്സ് ആയിട്ടും വെജിറ്റബിൾസ് ആയിട്ടും നല്ല ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം തലവേദനകളെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ പ്രൊലോങ്ഡ് ആയിട്ട് നമുക്ക് ഇത്തരം വേദനകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാണ്. ഹോമിയോപ്പതിയിൽ ഇതിന് ഒരുപാട് മെഡിസിൻസ് അവൈലബിൾ ആണ്. ജെൽസീമിയം, ബെല്ലഡോണ, നാട്രം മ്യൂർ, അങ്ങനെ പല രീതിയിലുള്ള മെഡിസിൻസ് ഇന്ന് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. കൃത്യമായിട്ടൊരു കേസ് എടുത്തിട്ട് നമ്മൾ ആ ഒരു രോഗിക്കുള്ള കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മെഡിസിൻസും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.